സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം പൂരം നക്ഷത്ര ജാതകർക്ക് എങ്ങനെ ബാധിച്ചു, എന്തായിരുന്നു അവസ്ഥ, അതിൻ്റെ സ്ഥിതി ഗതി എന്നിവയും അതോടൊപ്പം നമുക്ക് സംഭവിച്ച പ്രയാസങ്ങളും അതിനുശേഷം ഇനി ശനിയുടെ മാറ്റമായ 2025 മാർച്ച് 29 വരെ ഇനി അവർക്ക് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും നടക്കുന്നു എന്ന വിഷയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പൂരം നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായി ഒരു ദൈവ ചൈതന്യമുള്ള നക്ഷത്രം, പ്രത്യേകിച്ച് ദേവീ ചൈതന്യമുള്ള നക്ഷത്രമാകുന്നു. പൂരം ശുക്രദശയിലാണ് ജനനം. അതുകൊണ്ട് ഇവർ കലാകാരന്മാരും സുന്ദരിമാരും ആയിരിക്കും. കാരണം ശുക്രനെ പോലെ തേജസ്, ഐശ്വര്യം, ഭാഗ്യം, കല, കാവ്യം, ഗണിതം, വാഹനയോഗം, മാനസ സൗഖ്യം എന്നീ എല്ലാ ലെവലുകളിലും ഇവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടം ജന്മം മുതലേ ഉണ്ടായിരിക്കും. ഇടവിട്ട് ചില ദശകളും ദോഷങ്ങളും സന്ധികളും അനുഭവിക്കും. അത് ഏതൊരു മനുഷ്യർക്കും അനുഭവിക്കുന്നത് പോലെ ആയിരിക്കും. ഇവർക്ക് ശനി കണ്ടകനായി നിൽക്കുന്നു. എങ്കിലും ശനി അതായത് കണ്ടകൻ എന്ന് പറയുമ്പോൾ ഇവർ ചിങ്ങക്കൂറുകാരുടെ 7-ൽ ശനി നിൽക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ കണ്ടക ശനി എന്ന് പറയാറുണ്ട്. പക്ഷെ കണ്ടക ശനി ആണെങ്കിലും ഇവർക്ക് വ്യാഴന്റെ കഴിഞ്ഞ വർഷം ഭാഗ്യസ്ഥാനത്തും ഇപ്പം കർമ്മസ്ഥാനത്തും വന്നു നിൽക്കുന്നു. അതുകൊണ്ട് വ്യാഴന്റെ ബലവും അതിന്റെ ഐശ്വര്യവും കൊണ്ട് കണ്ടക ശനി ഇവർക്ക് വലിയ ദോഷം വരുത്തുകയില്ല. പ്രത്യേകിച്ച് ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയുടെ ദുരിതം കുറച്ചൊക്കെ അനുഭവിക്കും. ഇനി അങ്ങോട്ട് മന്ദഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി പതുക്കെ ഇവരുടെ കണ്ടകത്തിൽ ശനി ദോഷങ്ങൾ കുറയ്ക്കും. പൊതുവെ ഇവർക്ക് ഇനി ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കാം. കാരണം കണ്ടകത്തിൽ ശനിയിൽ ആദ്യ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇനിയുള്ള ഈ ഒരു വർഷം കൊണ്ട് അവർക്ക് തിരിച്ചു നേടാവുന്നതാണ്. അതായത് കുറച്ച് കടം വന്നുവെങ്കിൽ ആ കടബാധ്യതകൾ തീർത്ത് അവർക്ക് പഴയ പോലെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായ കടം അല്ലെങ്കിൽ വായ്പ എന്നിവ വാങ്ങിയ അവസ്ഥകളുണ്ടായിരുന്നു. അവ പരിഹരിക്കാം. അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടി വിവാഹമോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സംബന്ധമായുള്ള കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നു. അതിനും ഒരു നിവൃത്തി സ്ഥാനമായി ഈ ശനി പരിഹരിച്ചു കൊടുക്കും. അതുപോലെ വ്യാഴന്റെ ശിഷ്ടസ്ഥിതിയും ഇവർക്ക് അനുകൂല അവസ്ഥയിലേക്ക് വന്നു ചേരാം. ഗ്രഹം വാങ്ങിയും അല്ലെങ്കിൽ ഭൂമി വാങ്ങിയും ചിലർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടായി. അവസാനം പ്രതീക്ഷിച്ച ലോണുകൾ കിട്ടാതെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് കടം വാങ്ങി അത് തൽക്കാലം നിവർത്തികേട് കൊണ്ട് പലരിൽ നിന്നും കടങ്ങൾ വാങ്ങിച്ച് അത് കൊടുക്കുവാനും നിവൃത്തിയില്ലാതിരുന്നവർക്കും ഇനിയുള്ള ഘട്ടം ആശ്വാസമാണ്. കുറച്ചുകൂടെ അധ്വാനത്തോടുകൂടി ഇവരുടെ കടം തീർക്കുവാൻ സാധിക്കും. അതുപോലെ ഇവർക്ക് കണ്ടകത്ത് ശനിയിൽ കണ്ടവേദന, തലവേദന, കണ്ണുവേദന, മുട്ടുവേദന ഇങ്ങനെയുള്ള ശനി ബന്ധപ്പെട്ട വാതരോഗങ്ങളും അനുഭവിക്കാം. അത് താൽക്കാലികമായി ഇനി ചെറിയ ചികിത്സയോടുകൂടി അവ മാറുകയും ചെയ്യും. ഇവർക്ക് പൊതുവെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇനി വിദ്യയ്ക്ക് നന്നായിരിക്കും. അവർക്ക് പഠനപുഷ്ടിയും ആരോഗ്യ ബലവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ഇതുവരെ രോഗദുരിതങ്ങളും അവസ്ഥകളുമായിരുന്നു, അതെല്ലാം മാറിക്കിട്ടുന്നു. മുതിർന്നവർക്കും പൊതുവെ ഈ കാലം അനുകൂലമാകുന്നു. അവരുടെ രോഗ ദുരിതങ്ങൾ മാറുകയും
അവർക്ക് സന്താനങ്ങളിൽ നിന്നും മറ്റ് ജനങ്ങളിൽ നിന്നും സ്വൈരത, ഐശ്വര്യം, ഭാഗ്യം എന്നിവ നൽകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ ഉണ്ടായിരുന്നാൽ നല്ല പഠനത്തിലേക്ക് ഇനി ഉള്ള 2 കൊല്ലവും വന്ന് ചേർന്നേക്കാം. അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുന്നതിന് ഉള്ള സമയമാകുന്നു. ആയതിനാൽ അതുകൊണ്ട് ഇവർ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രത്യേകം ശ്രദ്ധ വരുത്തി പഠിക്കുകയും ചില മത്സര പരീക്ഷാ വിജയങ്ങളിൽ എഴുതി ജയിക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ ജോലിയിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇതുവരെ കണ്ടകശനിയുടെ നല്ല കടുത്ത ബലമുള്ളത് കൊണ്ട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവ ഈ നവംബർ ഡിസംബറിന് ശേഷം അനുകൂല അവസ്ഥകൾ വരികയും പ്രതീക്ഷിക്കാതെ തന്നെ ലിസ്റ്റുകളിലുള്ളവർക്ക് ജോലി ലഭിക്കുവാനും സാധിക്കും. റെയിൽവേ, ബാങ്ക്, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിലെല്ലാം ഇവർക്ക് ജോലി ലഭിക്കുവാൻ വളരെ അനുകൂല അവസ്ഥകളാകുന്നു. ഇവർ പൊതുവെ കഠിനാധ്വാനികളും പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ വിജയം കൊയ്യുവാൻ ദൈവാധീനത്താൽ സാധിക്കുന്നവരുമാകുന്നു. കുടുംബസ്നേഹികൾ, അമ്മയെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും അതുപോലെ സ്ത്രീയും പുരുഷനും അവരുടെ കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബാംഗങ്ങളെ അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇവർക്ക് വിദേശ യോഗം അനുഭവിക്കുന്നവർക്ക് തൃപ്തിയായിട്ടുള്ള ആളുണ്ടെങ്കിൽ വിദേശത്ത് പോയി കാര്യങ്ങൾ നേടുവാൻ നന്നായിരിക്കും. കണ്ടകത്ത് ശനിയിൽ ചില യാത്രകൾ ചെയ്ത് പണം ശേഖരിക്കുവാൻ സാധിക്കുമെന്ന് നാട്ടുകാർ ഒരു ചൊല്ല് പറയും. അതുപോലെ കണ്ടകത്ത് ശനി സ്ഥാനം മാറി നിന്ന് പണമുണ്ടാക്കുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കാനും കുടുംബത്തിന് കീർത്തിയും ഐശ്വര്യവും കൊടുക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ വിവാഹത്തിന് നിശ്ചയിക്കുന്നവർക്ക് കർമ്മ സാധ്യത വേടൻ്റെ ബലം കൊണ്ട് ഉണ്ടാകും. എങ്കിലും 1-2 അവധി കല്യാണത്തിൻ്റെ ദിവസത്തിന് മാറ്റമോ അല്ലെങ്കിൽ വാക്കുകൾക്കോ മാറ്റമോ ഉണ്ടാകും. കാരണം ഇണകൾ ഒരാൾ വിദേശത്ത് ഒരാൾ സ്വദേശത്ത് ഇങ്ങനെ ഇരുന്നാൽ കാര്യം നടന്നു വരാൻ പ്രയാസമാണല്ലോ. അങ്ങനെയുള്ള ചില അവസ്ഥകളും ഉണ്ടാകാം. അതുപോലെ വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയും സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും. കണ്ടകത്ത് ശനി ഇടവിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നേറുവാൻ സാധിക്കും. കർഷകർക്ക് ഇതുവരെ വളരെ നഷ്ടകഷ്ടങ്ങളുണ്ടായിരുന്നു. അത് ഇനി മുതൽ ആഗസ്റ്റ് മുതൽ അവയെല്ലാം പരിഹരിച്ച് പ്രതീക്ഷിക്കുന്ന വിജയപന്ഥാവിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. പൊതുവെ ബിസിനസ്സുകാർക്ക് പറയുമ്പോൾ അവർക്ക് എതിരാളികളും ചില സ്ഥാനഭ്രംശങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതിന് വേണ്ടി അവർ സാസാവിനെ മഹാദേവനെയും മുറുകെ പിടിച്ച് കൊള്ളുക. അപ്പോൾ നിങ്ങളുടെ ദുരിതങ്ങൾ അതിലൂടെ മാറിക്കിട്ടും. പൊതുവെ ഇവർ സത്യസന്ധത ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെ കാര്യങ്ങൾ ധൈര്യത്തോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യുന്നത് കൊണ്ടും പല കാര്യങ്ങളിൽ നിന്ന് വിജയവും വിജയസാധ്യതകളും ഉണ്ടാക്കുവാൻ സാധിക്കും. ഇവർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ശുക്രദശ 20 കൊല്ലമാണ്. ഏതാണ്ട് നമുക്കൊരു 10 കൊല്ലം ശുക്രദശ കൂട്ടാം. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. അത് കഴിഞ്ഞാൽ രാഹുദശ 18 കൊല്ലം
രാഹു ദശ കഴിഞ്ഞാൽ വ്യാഴം 16 കൊല്ലം, വ്യാഴം കഴിഞ്ഞാൽ ശനി 19 കൊല്ലം. ഇങ്ങനെ അവരുടെ ദശാനാഥന്മാർ നീണ്ടുപോകുന്നു. പൊതുവെ ഇവർക്ക് പൂര നക്ഷത്ര ജാതകർ ജനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് വളരെ സൗഭാഗ്യങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും വാഹനം, വസ്ത്രം, വച്ചുകൂട്ട്, കുടുംബസുഖം, പിതാവിനും മാതാവിനും ഉന്നതി എന്നിവയെല്ലാം ഉണ്ടാക്കും. ഇതുപോലെ ഇപ്പോൾ ഈ കണ്ടകത്തി ശനി പോലും കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ജലദോഷമോ കഫക്കെട്ടുകളോ വന്നിരുന്നാലും അതിന് നമുക്ക് അവരെ ശുശ്രൂഷിക്കുവാനും മറ്റുമുള്ള കാര്യങ്ങളും ലാഭങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ ബാലപീഠ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് പൊതുവെ വേടന്റെ ഇഷ്ടസ്ഥിതി മൂലം വളരെ നല്ല പഠനത്തിലേക്ക് ചേരുവാനും പഠിത്തത്തിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാകാത്തവർക്ക് ഒരു നല്ല ഗുരുവിൻ്റെ ശിക്ഷണത്താൽ അനുഗ്രഹത്താലും നല്ല രീതിയിൽ വിദ്യയ്ക്ക് അടിസ്ഥാനം കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം, ഏതാണ്ട് 16 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ചന്ദ്രദശ 10 കൊല്ലം, 26 വയസ്സ് വരെ. ഇവർക്ക് 20-22 വയസ്സിൽ സാമാന്യ ഉദ്യോഗത്തിനുള്ള യോഗമുണ്ട്. ചിലവർ 23-ന് ശേഷം സ്ത്രീ പുരുഷ ഭേദമന്യേ ചിലർക്ക് വിദേശത്ത് പോകാനുള്ള യോഗവും അവിടെ ചെന്ന് പഠിക്കുവാനും അവിടെ നിന്ന് ധനലാഭവും ഉണ്ടാക്കുവാനും സാധിക്കും. 25, 27, 29 ഈ കാലങ്ങളിൽ സ്ത്രീകൾക്കായിരുന്നു 24, 25, 26 മധ്യേ സ്ത്രീകൾക്ക് വിവാഹത്തിന് പൂർണ്ണ ഭാഗ്യവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. അതുപോലെ പുരുഷന്മാർക്ക് 25-ക്ക് ശേഷം 27-നകത്ത് പൂർണ്ണമായ ഉദ്യോഗവും അവർക്ക് വിവാഹവും സന്താന ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ 30, 33, 35 ഈ കാലങ്ങളിൽ ഗ്രഹയോഗവും ഭൂമിയോഗവും വാഹനയോഗവും സുഖവും സന്തോഷവും സൽകീർത്തിയും എല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ ഭാഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൊഴിലിൽ നിന്ന് വലിയ പ്രമോഷനും തൊഴിൽ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള ഭാഗ്യവും അവർക്കുണ്ടാകും. പൊതുവെ സർക്കാർ മേഖലകളിലും പൊതുമേഖലകളിലും അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാകുന്നു. പിന്നെ സർക്കാർ ജോലി ലഭിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഈ കണ്ടകത്തി ശനി പോകുന്ന മാർച്ചിന് മുന്നേ പ്രമോഷനുള്ള അവസരമുണ്ട്. ഗസറ്റഡ് റാങ്കിലുള്ളവർക്ക് അതിലും വലിയായ കാലം ഒരു പ്രമോഷനും നല്ല കാലഘട്ടവും ആയി കാണപ്പെടുന്നു. അതുപോലെ വീട്ടമ്മമാർക്ക് ഗ്രഹത്തിൽ നല്ല ഗ്രഹോപകരണങ്ങൾ വീടുകളിൽ വാങ്ങുവാനും ഈ കാലഘട്ടം അനുകൂലമാകുന്നു. ഗ്രഹം നന്നാക്കൽ, വാഹനം, അതുപോലെ തന്നെ വിദേശ സ്വദേശ വാസമുള്ളവർക്ക് കാലവും അനുകൂലമാകുന്നു. ഇടവിട്ട് ശനിയുടെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും വേടന്റെ അവസ്ഥയും കുടുംബദേവതയുടെ സഹായങ്ങളും കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല. പൊതുവെ പൂരം നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് ഒരു സന്തോഷമുള്ള നക്ഷത്രമാണ്. ഇവർ എപ്പോഴും ദൈവ സഹായമുള്ളവരും ഭക്തിയുള്ളവരും ധാർമ്മിക ചിന്തകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഇവർക്ക് ശുക്രദശയിൽ ജനിക്കുന്നത് കൊണ്ട് വൈരക്കല്ലിടാം. അത് കഴിഞ്ഞാൽ ആദിത്യ ദശയിൽ ചുവന്ന കല്ല് ഇടാം. ചന്ദ്രദശയിൽ മുത്തുകല്ലിടാം. ചൊവ്വാദശയിൽ പവിഴക്കല്ലിടാം. രാഹുർദശയിൽ ഗോമേതക കല്ലിടാം. വ്യാഴദശയിൽ പുഷ്യരാഗം ധരിക്കാം. ശനിദശയിൽ ഇന്ദ്രനീലം ധരിക്കാം. പൊതുവെ കല്ലുകൾ അടുത്തുള്ള ആചാര്യന്മാരുടെ ഉപദേശം
പ്രകാരം കല്ലുകൾ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പൊതുവെ കണ്ടകത്തിൽ ശനി ഇവർക്ക് വലിയ ദോഷങ്ങൾ ധർമ്മശാസ്താവിൻ്റെ സഹായത്താലും ഹനുമാനസ്വാമിയുടെ സഹായത്താലും മഹാദേവന്റെ സഹായത്താലും ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല. ഇവർക്ക് ഏറ്റവും നല്ല ഐശ്വര്യം ഇനി മുതൽ ഉണ്ടാകട്ടെ എന്ന് ശനീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു എന്ന് മലയങ്കീഴ് പുരുഷോത്തമൻ ജോസ്യൻ.